ഇത് നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളിച്ചു തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ വട്ടം പോലെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോയി പെട്ട് കാട്ടിൻ്റെ ഉള്ളിൽ അതേപോലത്തെ സ്ഥലം എന്തായാലും പ്രാവശ്യം നമുക്ക് വേഗം പ്രോഗ്രസ് ആവണം. തമാശ കളിച്ചിരിക്കണ്ട. നമ്മൾ കഴിഞ്ഞ വട്ടം വെറുതെ തമാശ കളിച്ചിരുന്നിട്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത്. തമാശ കളിക്കണ്ട നമുക്കിപ്പോൾ തോന്നുന്നു. ഇപ്പം ഇത് തോണാക്കിയിരുന്നു. അല്ല, ഇത് കുറച്ച് മരം ഇപ്പം നമ്മൾ വെട്ടി. കുറച്ച് മരം വെട്ടി. ഇനി മരം ആവശ്യം വരും. ഷിപ്പില്ലല്ലോ. ഷിപ്പിനൊക്കെ വേണം. ഇപ്പം നമുക്ക് 8 വുഡ് അയക്കണേ. നമുക്ക് പ്ലാങ്ക് ഉണ്ടാക്കാം. കഴിഞ്ഞ വട്ടം നമ്മൾ കുറേ പൊട്ടത്തരം ചെയ്തിട്ട് ഇപ്പോൾ മനസ്സിലാവണേ. വേഗം നമ്മൾ പ്രോഗ്രസ് ആയി പോണതിൻ്റെ പകരം നമ്മൾ സ്ലോ ചെയ്യുന്നൊക്കെ. എന്തായാലും നമുക്ക് സ്പീഡിൽ പോവാം. ഇപ്പം വെട്ടട്ടെ. ഞങ്ങൾക്ക് മുന്നേക്ക് പോവാം. അവിടെ അയം കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അവിടെ അയം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ നിറച്ച് കോളുണ്ട്. കോൾ നമുക്ക് അത്യാവശ്യമാണോ വെച്ചാൽ അത്യാവശ്യമാണ്. അത്യാവശ്യമില്ല എന്ന് വെച്ചാൽ അങ്ങനെ അത്യാവശ്യമില്ല. എന്നാലും ആവശ്യമുണ്ടാവും. കുറച്ച് കല്ലും മുറിച്ചെടുക്കുക. സ്റ്റോണേജ് വേണമെങ്കിൽ മാറാം നമുക്ക് തന്നെ. വേഗം ഷിപ്പിനെ കണ്ടുപിടിക്കണം. 3 ഷിപ്പിനെ കണ്ടുപിടിക്കണം. വേഗം ഇനി നമുക്ക് സിമ്പിളായി തക്കെടുക്കാം. നിങ്ങളെല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഈ പുതിയ യൂട്യൂബ് ചാനലിൽ. താങ്ക് യു. കിട്ടിയിട്ടുണ്ട്. മുറിയും ചെയ്യാൻ തോന്നുന്നു. കുറച്ച് കോളിപ്പോൾ തൽക്കാലത്തിന് മതി. കോളാണല്ലോ. ചില വില്ലേജിന് പോയാൽ നമുക്ക് എമറാൾഡൊക്കെ കോൾ കൊടുത്താൽ കിട്ടും. 15 കോൾ കൊടുത്താൽ എമറാൾഡ് കിട്ടും. ആ സെറ്റപ്പൊക്കെ ഇഷ്ടമായി. പക്ഷേ കിട്ടുമോ ഒക്കെ. ഇവിടെ കോളിൻ്റെ താല്പര്യമുണ്ട്. ഓവറെടുത്ത് ഇവിടെ തന്നെ ഇരിക്കണ്ട. വേഗം പോകണം. കോപ്പർ ഇപ്പം നമ്മൾ എടുക്കാൻ നിൽക്കണില്ല. പാർക്കോർ പാർക്കോർക്കിങ്. കോൾ എടുത്തു നിന്ന് ഇവിടെ ഒന്നും കോൾ തന്നെ ചെയ്യാം. കോപ്പർ വലിയ അത്യാവശ്യം ചെയ്യാൻ തോന്നില്ല. ഷിപ്പിനെ തരണിട്ടപ്പം ഞാൻ പോണു. അതാ അന്ന് നമ്മൾ പോയി ചാടിക്കൊടുത്ത പോലത്തെ ഒരു വെള്ളത്തിൽ കേടാം. കോള് അല്ലെങ്കിൽ അയൺ കിട്ടി. എന്തൊക്കെയാ കൊണ്ട് കുറച്ചു ഒന്നും പോലെ ക്രീപ്പറിനെ പേടിച്ചിട്ടാണ് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ പേടിക്കണേ. അപ്പം നമ്മൾ ക്രീപ്പറിനെ കണ്ടിട്ടും കൂടി ചെയ്യുന്നത്. ക്രീപ്പറെ കണ്ടിട്ടില്ല. എന്നാൽ അന്ന് അങ്ങനെ എന്താ ഉണ്ടായിരുന്നു ഇപ്പോഴൊരു മിസ്റ്ററി പോലെ. അങ്ങോട്ട് ഇറങ്ങണ അല്ലേ? വേണ്ട. ഞങ്ങൾക്ക് ഷിപ്പിനെ തേടി പോവാം. ഇതെന്താണൊന്നും ആപത്ത്.
ക്രീപ്പറിൻ്റെ പേരൊരു മുണ്ടൂടെ ഞാൻ. പക്ഷേ വൈറ്റ് ഷിപ്പിനെ വേണ്ടിയത്. ഈ ഷിപ്പിനെ കിട്ടിയാൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റില്ല. വൈറ്റിനും കൂടുതൽ നമുക്ക് കോമൺ ആയി കിട്ടുക. ആ ഷിപ്പിന് വേണ്ട. കത്തിക്കാടല്ലേ അന്ന് ഇതേപോലത്തെ ഒരു സ്ഥലത്തേക്ക് ചാടിയിട്ട് ലൈഫ് വരും. ഒന്ന് നമുക്ക് രാത്രി സർവൈവ് ചെയ്യാൻ പറ്റുന്ന തോന്നിയ ഷിപ്പിനെ ഒന്നിനെ പോലും കാണില്ല. ഹിമാലയ അല്ലേ സ്റ്റോണ് എന്താണ് അതിന് പറയാ, സ്റ്റോൺ ഹില്ല് അങ്ങനെ എന്തോ സാധനമുണ്ട്. കോളുണ്ട്, പക്ഷെ കോൾ എടുത്തിട്ട് സമയം കളയാൻ നിൽക്കണേ. ഈ നായനണക്കാൻ മറ്റേത് ബോൺ ചെയ്യാം. ബോണ്ട് എനിക്ക് നായനണക്കുന്നത്. നായനണക്കല്ലോ പ്രൊട്ടക്ഷൻ ഉണ്ട്. പ്രൊട്ടക്ഷൻ ഉണ്ടാവും നമുക്ക്. ഷിപ്പിനെ കിട്ടി. ഫസ്റ്റത്തെ ഷിപ്പിനെ പോണില്ലേ, നമുക്ക് ചാവണ്ടേ. ഫസ്റ്റത്തെ ഇത് കിട്ടി. എന്താ കിട്ടിയെന്ന് ഞാൻ പറയാം. മറ്റേത് അവിടെ പക്ഷെ അവിടെ ഒരു ബ്രൗണും ഉണ്ട്. ബ്രൗണിനെ കിട്ടിയിട്ട് കാര്യമുണ്ടാവും. ബ്രൗണിന് പറ്റില്ല. ഇവിടെ ഇത് നേരത്തൊക്കെ ചാടിയ പണിയോ. എവിടെ കിട്ടിയില്ലേ? കിട്ടിയില്ല. ഇനി ഒന്നും കൂടി വേണം. ഇനിയിപ്പോൾ എവിടെ നിന്ന് കിട്ടുക? അയണ്ടോ? ലാവ ഉള്ളിടത്ത് ഡയമണ്ട് ഉണ്ടാവും. പക്ഷേ ലാവുള്ളിടത്ത് ഡയമണ്ട് പോയിട്ട് മറ്റെന്തും കൂടി കാണില്ല, അയണും കൂടി കാണില്ല. പിന്നെ എന്തുണ്ടാവാൻ? ഡൈവ് അടിച്ചാലും നമുക്ക് വിടുന്നുണ്ട്. ജസ്റ്റ് മിസ്സിനടി പടായി. മറ്റേ വെള്ളത്തിൽ സോമ്പില്ലല്ലോ. പല കളറിൽ ആടുണ്ട്, പക്ഷെ നമുക്ക് വൈറ്റ് തന്നെ വേണം. കാട് നല്ല ഇഷ്ടപ്പെട്ടു. പെറ്റൊന്നും ഇല്ല നമ്മളടുത്ത്. ഫുഡ് റിസോഴ്സസ് ഒന്നും ഇല്ല ഇപ്പം നമ്മളടുത്ത്. ഒന്നും ഇല്ല. ആകെ 2 പിക്കാക്സ്, 2 ആക്സ്, 2 സോഡ്. ഷിപ്പുണ്ടോ? ജംഗിൾ ഏരിയനൊക്കെ അങ്ങോട്ട് പോകണ്ട. നമ്മളിപ്പോൾ വന്നിടത്ത് തന്നെ വന്നിരിക്കണേ എല്ലാവരും. അപ്പം നമ്മൾ വന്നിടത്തേക്കൊക്കെ വന്നിട്ട് എന്തൊക്കെ കുന്തായിരുന്നു തോന്നി. വന്നിടത്തേക്കൊക്കെ നമ്മൾ വീണ്ടും ഇങ്ങനെ പോയിന്ന്. അപ്പം അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ഷിപ്പിനെട്ടി. കുറേ പശുണ്ട്. പശുവിനെ വന്നാൽ പശുവിനല്ല ലെതറും കിട്ടും. രാത്രികൾക്ക് ബ്രീഫും കിട്ടും. ഓടുന്നുണ്ട് വേഗം സൗണ്ട്. രാത്രി ഉള്ള ഒരു പശു ഉണ്ടായിക്കോട്ടെ. എവിടുന്നാ കേൾക്കണേ? ബെഡുണ്ടാക്കട്ടെ, വേഗം ബെഡുണ്ടാക്കട്ടെ. അവരുടെ സമയം കളയണ്ട. വേഗം വെച്ചിരിക്കട്ടെ. നമ്മളെങ്ങനെയാണെന്ന് അങ്ങനെ ലാസ്റ്റ് ചെറു ഷിപ്പുണ്ട്. ഷിപ്പിന് ആവശ്യം
ആവശ്യമുള്ള സമയത്തൊന്നും ഷിപ്പിനെ പോലെയും കിട്ടൂല. പംകിൻ ഉള്ളിടത്ത് വില്ലേജ് ഉണ്ടാവും. നമുക്ക് വില്ലേജിൽ പോകണം. അപ്പോൾ നമുക്ക് പംകിൻ അങ്ങോട്ട് ആ സൈഡിൽ പോവാം. ഒറ്റ പംകിനുള്ളൂ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഒറ്റ പംകിൻ കണ്ടാൽ പോരാ, പംകിൻ വേണം. നമുക്ക് നീന്തി കിടക്കാം. വെള്ളത്തിൽ ജീവിക്കണ സോംബീസ് ഉണ്ടാവും ഇവിടെ. ഉണ്ടോ? ലോഡ് ചെയ്യാവുന്ന ബബ്ബബ് ഉണ്ട് തോന്നുന്നു. ഞാൻ ആക്കിയതല്ല ചേച്ചി, ഞാനും കേട്ടിട്ടുള്ള വിശേഷമുണ്ട്. ഇങ്ങോട്ട് നേരെ പോയേക്കാം. പംകിൻ ആ സൈഡിൽ, ഈ സൈഡിലല്ലേ. ഒറ്റ പംകിന് എന്താണാവോ, വില്ലേജ് കിട്ടുമോ ഒറ്റ പംകിന് കണ്ടാൽ? അതും അറിയില്ല. വേണ്ട, കഴിഞ്ഞ വട്ടം തന്നെ കിട്ടി, എൻ്റെ മാറിയിട്ടില്ല. ഇങ്ങനത്തെ ഏരിയ ശരി, അതുകൊണ്ട് അവിടെ ഞാൻ വില്ലേജ് ഉണ്ടാക്കാൻ പോണിയാണ്. വില്ലേജ് കണ്ടുപിടിക്കാനും പോണിയാണ്, അവിടെ വില്ലേജ് കിട്ടാനും പോണിയാണ്. 100% ഉറപ്പാവും. 100% ഉറപ്പാക്കും. വേഗം സ്ഥലമില്ലാത്ത ഇവിടെ കൊടുത്തു. ഈ ഹിമാലയ പോലത്തെ സ്ഥലമല്ലേ മഞ്ഞുകാലം. വീണ്ടും ഇവിടെ തന്നെ എത്തിക്കലുണ്ട് കറങ്ങി തിരിഞ്ഞിട്ട്. എന്ത് ബ്ലോക്കാ? എന്താ കാര്യം? എന്തായാലും കുറച്ച് വെട്ടിയെടുക്കുക ഇവിടുന്ന്. ഇപ്പോൾ സാധനം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് നേരെ പോവാം. അയണ് കുറേ ഉണ്ട് അവിടെ. അയണ്ട ചാകര. കഴിഞ്ഞ വീഡിയോയിൽ അയൺ കിട്ടാൻ ഈ വീഡിയോയിൽ കുറേ അയൺ കിട്ടി. അത് മതി. വേഗം അയണേജ് മാറാനുള്ള. അപ്പോൾ അയൺ ആർമർ ഉണ്ടാക്കാൻ പറ്റുമോ? അതിനുള്ള അയൺ ഉണ്ടാവില്ല. അയണേജുകൾ അയണായിരിക്കണം എന്തായാലും. ഞാൻ വിചാരിച്ച പോലല്ല, ഇവിടെ കുറേ അയണുണ്ട്. ആ അയണൊക്കെ എടുത്തിട്ട് ബാക്കി കാണാം. അപ്പം ഞാൻ കണ്ണി കണ്ട എല്ലാ അയണും എടുത്തിക്കണ്. ഇനി അയൺ എടുക്കാനില്ല. ഞാൻ അയൺ ഉണ്ടാവും ഇവിടെ, പക്ഷെ ഇനി എടുക്കാൻ നിന്നാൽ സമയം വെറുതെ വേസ്റ്റ് ആവും. വില്ലേജ് കണ്ടുപിടിക്കാം. ഇനി എത്ര അയണായി നിൽക്കുമോ എനിക്കറിയില്ല. 64 അയണൊക്കെ എന്നായി പഠിച്ചോനെ. സത്യം ക്രിയേറ്റീവ് പോയിട്ട് എടുത്ത പോലും അല്ലത്. കുറേ ക്രിയേറ്റീവ് പോയൊന്നും എടുത്തല്ല കേട്ടാ ഗൈസ്, നിങ്ങളത് വിചാരിക്കണ്ട. നമുക്ക് ഉറങ്ങാനുള്ള സമയമായി. തണ്ടർ സ്റ്റോംസ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അണ്ടർഗ്രൗണ്ട് വീടുണ്ടാക്കാം. താൽക്കാലിക വേസ്റ്റ്.
നമ്മൾ താൽക്കാലിക ബേസ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ഫർണസും കൂടി ഉണ്ടാക്കാം. ഫർണസും കൂടി ഉണ്ടാക്കിയിട്ട് ഇവിടെ അയണും വേവാൻ വെക്കാം. അതായിക്കോളും. നമ്മളെ ബെഡും വെച്ച് നമ്മളെ പണി നോക്കി പറയാം. സനി നമ്മൾ ഉറങ്ങി എണീറ്റ് ഇപ്പം എത്ര ആയണേ? ഇങ്ങനെയല്ലേ നാളെപ്പോഴും ഉറങ്ങാനില്ല. വളരെ ഓർമ്മയാണ് നമ്മളുടെ അടുത്ത് വുഡ് ചെയ്യട്ടാ. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇപ്പോൾ സ്ഥലം വിടേണ്ടി വരും. നമുക്ക് കുറച്ച് മറ്റേ കുന്തങ്ങൾ എടുക്കാം. കാര്യമായിട്ടുണ്ട് രാവിലെ. സോറി, എന്നാലും വുഡ് എടുക്കാം. സോ സ്വീറ്റ്, സോ ക്യൂട്ട് ആൻഡ് ഇത് കൊണ്ടിട്ട സാധനമാണല്ലേ. അവിടെ ഇന്നോ അടിക്കാനൊന്നും നിൽക്കുന്നില്ല. അടിച്ചപ്പോൾ എന്താ ഉണ്ടാവുക പറയാം. ഫുഡ് ചെയ്യാം. എന്തൊക്കെയോ വോയിസാണ് ഇപ്പോൾ ഇതിവിടെ കേൾക്കണ്. എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. മൈൻക്രാഫ്റ്റ് നടക്കുള്ളതാണ് ഇങ്ങനത്തെ വോയിസുകളൊക്കെ. ആകെ 6 മല എടുത്തിട്ടുണ്ട്. അപ്പം മതി. 12 ഉണ്ടാക്കാം. 24 ഉണ്ടാക്കാം. 1 എത്ര 1 3 4 ഉണ്ടാക്കാം.
ഇത് കുറേ ഉണ്ടാവാൻ എന്തായാലും ആയിക്കേണ്ട നമുക്ക് ബാക്കി കാണാം. എന്തായാലും യൂസ് ചെയ്യും നമ്മൾ ബാക്കി കാര്യം ഇത് നമ്മൾ ഓൾറെഡി ഇത് എക്വിപ്പ് ചെയ്താ തോന്നുന്നത് റെഡി ആയിട്ടുണ്ടാവണം. ആയിക്കണേ കോളൊന്നും അത്യാവശ്യം പോയിട്ട് ചെയ്യാം. കോള് പോവാഞ്ഞ നന്നായി നന്നായി. നമുക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടാക്കാം. ഹെൽമെറ്റ് ഉണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കാം. പക്കായില്ലേ? പക്കായി. ഒരു ഷോലുണ്ടാക്കാം. നമ്മളൊക്കെ ആയി. നമുക്ക് ഇവിടുന്ന് പോവാം. അങ്ങനെ രാത്രി ഒരു ദിവസം ഫുള്ള് ഇത് വേഗം റെഡി ആവാൻ ടൈം എടുത്തിരുന്നു. ഒരു ദിവസം തന്നെ ഇപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ സ്റ്റോറേജ് ആയി മാറി. 2-3 ദിവസം കൊണ്ട് തന്നെ അയണേജ് ആയി. വേറെ ഒന്നും ഇട്ടിട്ടുണ്ടോ? വേറെ കബഡി നോട്ടെ. നേരെ നമ്മൾ ബാക്കി ജേണി സ്റ്റാർട്ട് ചെയ്യാം. അതിന് ആർമർ ഇട്ടിട്ടും ചാവും. മൈക്കിപ്പോൾ പേടിയാ, കാര്യം പേടിയാ. ഞാൻ കാട്ടുന്നതിൻ്റെ ആവശ്യമില്ല. ചട്ടകൾ എപ്പോഴും പൊട്ടാറ്റോ കിട്ടി. സോംബി തിന്നതിൻ്റെ ബാക്കിയൊന്നും വേണ്ട. നായ കാരണം തോന്നുന്നു നമ്മളുടെ അടുത്ത് ബോൺ ഉണ്ടാവും. ബോൺ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം ചെയ്യാം. നല്ലൊരു ബോണൊന്നും കിട്ടിയില്ല. സോറി, ബോണില്ല. അയണ എത്ര ഉണ്ട് കിട്ടിയിട്ട് അയൺ പൂതി തീരുന്നില്ല. ഞാൻ കൂടുന്ന രാജ്യം വിടാം. ഞാൻ എത്ര ഹൈറ്റിലൊക്കെ മല ഇറങ്ങണം. മലയിൽ ഇത്ര നമ്മൾ ഇന്ന് പെട്ടടിച്ചത്. നമ്മളിക്കണ മലയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ സമയമായി. ഇറങ്ങില്ല. ഈ പുതിയ വേൾഡ് തുടങ്ങിയ നന്നായി. ഒക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ അടുത്ത്. നേരെ പോയാൽ മതി. ഇനി പേടിക്കണ്ട. നമുക്ക് രാത്രിയെല്ലാം ഉറങ്ങണ്ട. പേടിക്കണ്ട. കാര്യമായി പേടിക്കണ്ട. ഒന്നിനും പേടിക്കണ്ട. ക്രീപ്പറിനെ പോലും ഇനിയിപ്പോൾ പേടിക്കണ്ട. ഫുൾ ആർമറാവാത്തേ നമ്മളെല്ലാം ഒട്ടിയില്ലേ. പോവാം. എന്താ പോവാളാ.
സൺഫ്ലവർ തന്നെ എന്തോ വേറെ ഫ്ലവറാണ്. എന്തായാലും മഞ്ഞ കളറിലല്ല ഫ്ലവർ ഞാൻ വിശ്വസിക്കുന്നത് സൺഫ്ലവറാണ്. മൈൻക്രാഫ്റ്റിൽ ഏത് ഫ്ലവർ ഏതാണെന്നും കൂടി എഴുതി പോലും വെക്കില്ല. അല്ല എഴുതി വെക്കുണ്ടാവും, പക്ഷെ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇനി മുന്നോട്ട് പോവാം, എവിടെ വരെ എത്തും നോക്കാം. എത്തുന്ന വരെ മുന്നോട്ട് പോവാം. മുന്നിൽ പോയിട്ട് നിൽക്കണ വരെ മുന്നോട്ട് പോവും. എവിടെ എത്തിട്ടില്ല. ഒന്നും കാണുന്നില്ല. നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വഴി ഇരും, ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വഴി ഇരും. ആയം കിട്ടി. അങ്ങനെയൊക്കെ കുറേ പായി. നമ്മളിപ്പോൾ ആ മലയാണ് ഇറങ്ങി കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന്. നമ്മളിത് ബെഡ് ചെയ്യാം. നമ്മുടെ അവിടെ തന്നെ വെച്ച് പോന്നിട്ടില്ലല്ലോ, കണ്ടില്ലേ? ഇതൊക്കെ ധൈര്യത്തിൽ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോവാം, പക്ഷെ പേടിയാണ്. ചാവത്ത് ഇവിടെ വന്ന് വേസ്റ്റ് ആവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇമ്മ ആരോ വന്നിക്കണ. ജസ്റ്റ് ഇമ്മനെ വിളിക്കണ്ട്. വാപ്പിച്ച് വിളിക്കണ്ട്. കൗച്ചുമോളെ താത്ത എനിക്കറിയില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാണ്. ആരാ വന്ന് എനിക്കറിയില്ല. എന്ത് മണ്ണും കട്ട പൊളിച്ചിട്ടിരിക്കണ പോലെ അതൊക്കെ പൊളിഞ്ഞിങ്ങനെ വരുന്നത്. ഇതൊന്നും പൊളിഞ്ഞൊന്നും വരണേ ചെയ്യുന്നത്. പൊളിഞ്ഞാണ് വരണം. അങ്ങനെ മറ്റേത് സ്ലെയർ, മറ്റേത് സ്ലൈസ് ആയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരില്ല. മേലൊക്കെ എത്തി കഷ്ടപ്പെട്ടിട്ട്. താഴത്തേക്ക് ഒരു കാലിൽ ഡയമണ്ട് ഉണ്ടാവും വെച്ചിട്ട് താഴത്തേക്ക് ഒരു കാലിൻ്റെ പോയിട്ട് ഇല്ല. താഴത്തേക്ക് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ താഴത്തേക്ക് പോയിട്ടില്ല. അല്ല താഴത്ത് പോയിട്ട് ഒരു കാര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. തുഞ്ചത്തേക്കാണ്, തുഞ്ചത്ത് നിലത്തേക്കാണ്. ലിഫ്റ്റ് ഉണ്ടല്ലോ. ഇറ്റ് ഈസ് എ വേൾഡ്. നിന്റെ മോനെ സോറി, ആരൊക്കെ പോകണൊക്കെ പേടിയാണ്. പൊളി എന്നോട് അങ്ങ ഭയാക്കുന്നത്. അറ്റാക്ക് വേറെ ഗൈസ് ഈ വീഡിയോ പോലെ തന്നെ
സങ്കടം വരണ്ടി. പക്ഷെ അടുത്ത വീഡിയോ ആയിട്ട് സോറി ഗൈസ്, സങ്കട വാർത്ത പറയാനുണ്ട്. അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് വരും. ഓക്കെ, സങ്കടം എവിടെ നിന്നാലും കഷ്ടപ്പെട്ടിട്ട് അയണ് തപ്പിപ്പിടിച്ച് എടുത്തുകൊണ്ട്. എന്നാൽ ശരി, ബൈ, പീസ് ഔട്ട്.